വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം 1/2 കപ്പ് തന്നെ വൈറ്റ് ഷുഗർ എടുത്താലും മതി. ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ വേണം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ ആണ് എടുത്തിരിക്കുന്നത്. സാൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. ഒരു 1/2 കപ്പ് ക്രീം വേണം. ഇതിന് പകരം പാൽ ഉപയോഗിച്ചാലും മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷുഗർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ സൈഡിൽ നിന്നും മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ടേസ്റ്റ് മാറിപ്പോവും. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം. ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ഉപയോഗിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്രീം ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആ ക്രീം ഇതിൽ ഡിസോൾവ് ആയതിനു ശേഷം ബാക്കിയിരിക്കുന്ന ക്രീം ചേർത്ത് കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇപ്പോഴും ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇനി ബാക്കിയിരിക്കുന്ന ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് അൺസാൾട്ടഡ് ബട്ടർ ആണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുത്ത് വരുമ്പോൾ നല്ല കറക്റ്റ് സോസ് ആയിട്ട് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സോസ് തണുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് ഡെസേർട്ട്സിലും ഐസ്ക്രീമിൽ, ബട്ടർ സ്കോച്ച് കേക്കിൽ എല്ലാത്തിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ ഒരു മാസത്തോളം കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഹംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.